പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ് ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. എതിർപ്പാനും നിൽപ്പാനും കഴിയേണ്ടതിനാണ് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുക്കേണ്ടത്. ദുർദിവസത്തിൽ എതിർക്കുക, സകലവും സമാപിച്ചിട്ട് നിൽക്കുക. എതിർക്കുകയും നിൽക്കുകയും യുദ്ധത്തിൻ്റെ രണ്ട് പ്രധാന ഭാഗങ്ങളാണ്. ശത്രുവിനോട് എതിർക്കുക, നമുക്ക് ലഭിച്ച സ്ഥാനത്ത് നില ഉറപ്പിക്കുക, അതല്ലെങ്കിൽ നിൽക്കുക. ഒന്ന് ഇംഗ്ലീഷിൽ ഒഫൻസ് എന്നും മറ്റൊന്നിന് ഡിഫൻസ് എന്നും പറയും. ശത്രുവിനോട് എതിർത്താൽ മാത്രം പോരാ, പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നില ഉറപ്പിക്കുകയും വേണം. നിൽപ്പ് ശരിയായില്ലെങ്കിൽ എതിർപ്പും ശരിയാകുകയില്ല. എതിർത്ത് നിൽക്കുക. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലെന്ന് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നതായി കാണാം. വിശ്വാസികളുടെ നിൽപ്പിനെപ്പറ്റി റോമർ 14:4 നാം ഇങ്ങനെ വായിക്കുന്നു: മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്ത യജമാനനത്രേ. അവൻ നിൽക്കുന്നു താനും. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. കർത്താവാണ് നമ്മെ നിൽക്കുമാറാക്കുന്നവൻ. അവൻ നിർത്തിയേ നമ്മൾക്ക് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അവിടുത്തെ കൃപയിലാണ് നാം നിൽക്കുന്നത് എന്ന് നാം ഓർക്കണം. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും എന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നതും അതുകൊണ്ടാണ്. വീഴാതെ വണ്ണം നമ്മെ നിർത്തുവാൻ കഴിവുള്ളവൻ നമ്മുടെ കർത്താവാണെന്ന് യൂദ തൻ്റെ ലേഖനത്തിൽ 24-ാം വാക്യത്തിൽ പറയുന്നു. നാം എവിടെ എങ്ങനെ നിൽക്കണം എന്നതിനെപ്പറ്റി തിരുവെഴുത്ത് എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. 1. കർത്താവിൽ നിലനിൽപ്പിൻ. ഫിലിപ്പിയർ 4:1. പ്രിയമുള്ളവരെ, കർത്താവിലാണ് നാം നിൽക്കേണ്ടത്. അവനോടാണ് നമുക്ക് കാര്യമുള്ളത്. ക്രിസ്തുവിലാകാതെ ക്രിസ്തുവിൽ മതത്തിലായ പലരുമുണ്ട്. അവർ നിൽക്കുന്നത് ദൈവകൃപയിലും ക്രിസ്തുവിലുമല്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്ന് റോമർ 5:2 നാം വായിക്കുന്നു. നാം ദൈവകൃപയിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മെ എപ്പോഴും ഭരിക്കുവാനിടയായിത്തീരട്ടെ. നാം നിൽക്കേണ്ടുന്ന മറ്റൊരു കാര്യം, വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. 2 കൊരിന്ത്യർ 1:24. നാം വിശ്വാസത്തിൽ നിലനിൽക്കണം, ഉറച്ചു നിൽക്കണം. നമ്മുടെ വിശ്വാസം വിലയേറിയതാണ്. എങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാം, ആ കർത്താവിൽ നമുക്ക് നിലനിൽക്കാം, ആ കൃപയിൽ നമുക്ക് നിലനിൽക്കാം, ആ വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കാം. കർത്താവ് അതിനെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.